എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷീജ. ശ്രീഭദ്ര എന്ന നമ്മളുടെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും കൃത്യമായ സ്വാഗതം. ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് ഒരു നായർ യുവതിയാണ്. 26 വയസ്സുണ്ട്. അവിട്ടം നക്ഷത്രമാണ്. PG ആണ് വിദ്യാഭ്യാസം. പാലക്കാട് ജില്ലയിലാണ്. അച്ഛൻ പ്രൈവറ്റ് ഫേമിൽ റിട്ടയർഡാണ്. പ്രത്യേകിച്ച് ഒരു ഡിമാൻഡ്, അതായത് ഇന്ന ജോലി വേണം, ഇന്ന ജില്ല മതി, അങ്ങനെ ഒരിതവർ പറഞ്ഞിട്ടില്ല. അനുയോജ്യമായ ഏതൊരാലോചനയായാലും നോക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കുട്ടിയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 70 34 80 27 42 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ഈഴവ യുവതിയാണ്. ഡൈവോഴ്സാണ്. 38 വയസ്സുണ്ട്. കുട്ടികളൊന്നുമില്ല. അശ്വതിയാണ് നക്ഷത്രം. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. കോഴിക്കോട് ജില്ലയിലാണ്. ഇടത്തരം ഫാമിലിയാണ്. പ്രത്യേകിച്ച് ഇതുപോലൊരു ഡിമാൻഡൊന്നും പറഞ്ഞിട്ടില്ല അവർ. അനുയോജ്യമായ ഏതൊരാലോചനയാണെങ്കിലും നോക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 70 34 80 27 42 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഒരു ഈഴവ യുവതിയാണ്. 25 വയസ്സുണ്ട്. വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രമാണ്. മലപ്പുറം ജില്ലയിൽ. സാധാരണക്കാരാണ് അവർ. പ്രത്യേകിച്ചൊരു ഡിമാൻഡ് പറഞ്ഞിട്ടില്ല. ജില്ല ജോലി ഏതായാലും നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 73 56 48 41 00 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വിശ്വകർമ്മ യുവതിയാണ്. പുനർവിവാഹമാണ്. 48 വയസ്സുണ്ട്. കുട്ടികളില്ല. അവർ പറഞ്ഞത് കുട്ടികളുള്ള പുനർവിവാഹം നോക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. SLC ആണ് വിദ്യാഭ്യാസം. ടൈലറാണ്. ഇവർ ആലപ്പുഴ ജില്ലയിലാണ്. അവർക്ക് ജില്ല ഏതായാലും കുഴപ്പമൊന്നുമില്ല. നല്ല സ്വഭാവമുള്ള ഒരാളാവണം. കുട്ടികളുള്ളതാണെങ്കിൽ ഏറ്റവും നന്നായി എന്ന് പറയുന്നുണ്ട്. കാരണം അവർക്ക് കുട്ടികളില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 73 56 48 41 00 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു നായർ യുവതിയാണ്. 38 വയസ്സുണ്ട്. ആദ്യ വിവാഹമാണ്. ഡിപ്ലോമയാണ് വിദ്യാഭ്യാസം വരുന്നത്. രേവതി നക്ഷത്രം. അച്ഛനില്ല. അച്ഛൻ മരണപ്പെട്ടതാണ്. പാലക്കാട് ജില്ലയിലാണ്. പ്രത്യേകിച്ചൊരു ഡിമാൻഡൊന്നും അവർ പറയുന്നില്ല. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 75 59 92 05 93 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു നായർ യുവതിയാണ്. 34 വയസ്സുണ്ട്. ഡൈവോഴ്സാണ് അവർ. തൃശ്ശൂർ ജില്ലയിലാണ്. കുട്ടികളില്ല. അനുബന്ധ സമുദായം നോക്കാമെന്ന് പറയുന്നുണ്ട്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 75 59 92 05 93 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ഈഴവ യുവതിയാണ്. 27 വയസ്സുണ്ട്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. അശ്വതി നക്ഷത്രമാണ്. സാധാരണക്കാരാണ്. ഇടുക്കി ജില്ലയിലാണ് വീട്. ജോലി ജില്ല ഏതായാലും നോക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 97 45 99 21 27 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഒരു നായർ യുവതിയാണ്. 40 വയസ്സ്. ഭർത്താവ് മരണപ്പെട്ടതാണ്. ക്ലിനിക്കിലാണ് ജോലി. കുട്ടികളില്ല. പ്രത്യേകിച്ചൊരു ഡിമാൻഡൊന്നും അവർ പറഞ്ഞിട്ടില്ല. നല്ല സ്വഭാവമുള്ള ഒരാളാവണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 97 45 99 21 27 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഒരു നായർ യുവതിയാണ്. 33 വയസ്സ്. +2 ആണ് വിദ്യാഭ്യാസം വരുന്നത്. വിശാഖം നക്ഷത്രം. പാലക്കാട് ജില്ല. സാധാരണക്കാരാണ്. ജില്ല ജോലി ഏതായാലും നോക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 89 43 45 36 92 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു ഈഴവ യുവതിയാണ്. 39 വയസ്സ്. ആദ്യ വിവാഹമാണ്. അച്ഛൻ മരണപ്പെട്ടതാണ്. +2 സെക്കൻഡ് മാരേജ് നോക്കും അവർ. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 89 43 45 36 92 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ഈഴവ യുവതി 37 വയസ്സ്. ആദ്യ വിവാഹമാണ്. പുനർവിവാഹം ഇനിയിപ്പോൾ ഒരു കുട്ടിയുള്ളതൊക്കെ ആയാലും അവർ നോക്കാമെന്ന് പറയുന്നുണ്ട്. ഇവർ തൃശ്ശൂർ ജില്ലയിലാണ്. സാധാരണ ഫാമിലിയാണ്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 62 35 54 39 87 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു നായർ യുവതിയാണ്. 46 വയസ്സ്. ഭർത്താവ് മരണപ്പെട്ടതാണ്. കുട്ടികളില്ല. പ്രൈവറ്റായിട്ട് ജോലിയുണ്ട്. തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 62 35 54 39 87 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 62 35 54 39 87 ഇവർക്ക് പ്രത്യേകിച്ച് ഡിമാൻഡൊന്നുമില്ല. അവരെ സ്നേഹിക്കാനും മനസ്സിലാക്കാനൊക്കെ പറ്റുന്ന ഒരാളായാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയാണ് പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.